ഹായ് ഓൾ വെൽക്കം ബാക്ക് അവർ ന്യൂ വീഡിയോ. അപ്പം ഇന്നൊരു റെസിപ്പി വീഡിയോ ആയിട്ടോ വന്നിട്ടുള്ളത്. ചിക്കൻ ബിരിയാണിയാണോ ചോദിച്ചാൽ ചിക്കൻ ബിരിയാണിയാണ്. എന്നാൽ കയ്യിൽ ചിക്കൻ ബിരിയാണിക്കുള്ള കംപ്ലീറ്റ് സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ. ഒരു തട്ടിക്കൂട്ടൊരു ചിക്കൻ ബിരിയാണിയാണോ ഉണ്ടാക്കുന്നത്. ഇന്ന് രാവിലെ തന്നെ കുട്ടികൾക്ക് ദമ്മിട്ട ചിക്കൻ ബിരിയാണി, അതുപോലെ അല്ലെങ്കിൽ നമ്മൾ തട്ടിക്കൂട്ട് മറ്റേ മഞ്ഞച്ചോറൊക്കെ കൊടുത്തേക്കല്ലോ, അതുപോലത്തതൊന്നും വേണ്ട, സാധാരണ ചിക്കൻ ബിരിയാണി വേണമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിരുന്നേ. പക്ഷേ അതിനുള്ള സാധനങ്ങൾ കംപ്ലീറ്റ്ലി ഇല്ല കേട്ടോ, എല്ലാതും ഇല്ല. എന്നാൽ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി കേട്ടോ തയ്യാറാക്കുന്നത്. ചിക്കൻ ബിരിയാണി തയ്യാറാക്കുന്ന സമയത്ത് ബിരിയാണി ഐറ്റംസ് ഏതായാലും തയ്യാറാക്കുന്ന സമയത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ബിരിയാണി ആണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതിൽ മെയിനായിട്ട് ചെയ്യുന്നത് നന്നായിട്ട് വലിയ ഉള്ളി വഴറ്റിയെടുക്കണം, നന്നായിട്ട് ഓയിൽ നന്നായിട്ട് വഴറ്റിയെടുക്കണം. പിന്നെ ആണെങ്കിൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഉപയോഗിച്ച മസാലപ്പൊടികൾ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഗരം മസാല പൗഡർ, പിന്നെ മന്തി മസാല പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഓറഞ്ച് ജ്യൂസ് ഉണ്ടല്ലോ, അതൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ടേസ്റ്റി ആട്ടോ. മന്തി മസാല പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക, ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ എക്സ്ട്രാ ആണ്. നമുക്ക് നമ്മളെ കയ്യിലുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏത് രസമില്ലാത്ത ബിരിയാണി നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇതൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇപ്പോൾ തക്കാളി ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ വലിയ ഉള്ളിയൊക്കെ ആണെന്നുണ്ടെങ്കിലും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിൻ്റെ ഫ്ലേവേഴ്സൊക്കെ നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ വേണം വഴറ്റിയെടുക്കാൻ. പിന്നെ ലാസ്റ്റ് ഒരുവിധം കുക്കായതിന് ചിക്കനൊക്കെ കുക്കായതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അത് ചിക്കനല്ല, ബീഫ്, മട്ടൻ ഇതിലൊക്കെ അങ്ങനെ തന്നെ കേട്ടോ. നല്ലൊരു ടേബിൾ സ്പൂണ് 6 kg നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. പിന്നെ അതേമാതിരി തിളപ്പിച്ച് വിട്ടിട്ട് ബിരിയാണി വെക്കുകയാണെങ്കിൽ അതും അടിപൊളി ടേസ്റ്റ് കേട്ടോ. അരികളൊക്കെ ഇങ്ങനെ വേറെ വേറെ ഇട്ട് കിട്ടും. നെയ്ച്ചോറ് വെക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് പിന്നെ തിളപ്പിച്ച് ഊറ്റിയിട്ട് ഇതുപോലെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ ഇതിൻ്റെ ലെയേഴ്സിൽ ഞാൻ പറഞ്ഞല്ലോ, സാധാരണ ബിരിയാണി വെക്കുന്ന മാതിരി ഓനിയനൊന്നും ഫ്രൈ ചെയ്തിട്ടിട്ടേ ഇല്ല. പക്ഷേ അതിൻ്റെ ഇടയിലൊക്കെ എന്താണ് മന്തി മസാല പൗഡറും അതേപോലെ ബിരിയാണി മസാല പൗഡറും കൂടി മിക്സ് ചെയ്തിട്ടാണ് ചേർത്തി കൊടുത്തത്. അതൊക്കെ നല്ല ടേസ്റ്റി ആട്ടോ. അപ്പം മന്തി മസാല പൗഡറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കബ്സ മസാല പൗഡർ ഇതിലേതെങ്കിലും ഒന്ന് ചെയ്ത് കൊടുത്താൽ മതിയേ. പിന്നെ അതേമാതിരി ചിക്കനൊക്കെ സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തിട്ടാണ് ദമ്മിൽ ഒരു 10-15 മിനിറ്റ് വെച്ചത്. കുട്ടികൾക്ക് സ്കൂൾക്ക് പോകുന്ന സമയത്ത് തന്നെ ബിരിയാണി റെഡി ആവാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ വേഗം ചിക്കനൊക്കെ നന്നായിട്ട് കുക്ക് ചെയ്ത് വെച്ചത്. നല്ല പെട്ടെന്നൊക്കെ ഇത് റെഡിയായി കിട്ടുള്ളൂ. അങ്ങനെ ഒരുപാട് ടൈം വെക്കാനുള്ള സമയമില്ലായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ദമ്മൊക്കെ പൊട്ടിച്ച് വേറൊക്കെ എടുത്തിട്ടിട്ടുണ്ട്. മസാലയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആട്ടോ. കുറച്ചൊന്ന് അടി പിടിച്ചിട്ടുണ്ട്, എന്നാലും ചിക്കൻ മേലേക്കൊന്നും അങ്ങനെ എത്തിയിട്ടില്ല അടിപിടുത്തം. അപ്പോൾ നമ്മൾ ബിരിയാണിയൊക്കെ ഒന്ന് നമുക്ക് സെർവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബിരിയാണി വെക്കുന്നതിൻ്റെ 1-2 ടിപ്സും കാര്യങ്ങളാട്ടോ ഞാനിതിൽ ഇൻവോൾവ് ചെയ്തത്. കാര്യമായിട്ട് എങ്ങനെ ബിരിയാണി വെക്കുന്നുള്ളത് നല്ല നല്ല ബിരിയാണി റെസിപ്പീസൊക്കെ യൂട്യൂബിൽ ഒരുപാട് ഉണ്ടല്ലോ, അതുകൊണ്ടാട്ടോ ഞാൻ വല്ലാണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. അപ്പോൾ ഇന്നൊരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ എന്തായാലും ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.